നമുക്ക് പൈത്തൺ യൂസ് ചെയ്തിട്ടൊരു സിമ്പിൾ ചാറ്റ് ബോട്ട് പ്രോഗ്രാം പഠിച്ചാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചാറ്റ് ബോട്ട് നമ്മൾ എഴുതാൻ പോവാണ്. ഇപ്പം ഇതാണ് അതിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത്. അതായത് ആദ്യം ചാറ്റ് ബോട്ട് ഇങ്ങനെ എഴുതി വരും, ഹലോ ഐ എം എ സിമ്പിൾ ചാറ്റ് ബോട്ട്, ടൈപ്പ് എക്സിറ്റ് ടു സ്റ്റോപ്പ് എന്ന് എഴുതി വരും. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഹായ് എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ഹായ് വരുന്നു. ഹൗ ആർ എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ എം ഫൈൻ എന്ന് റിപ്ലൈ വരുന്നു. പിന്നെ വേറെ എന്തെങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സോറി ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എന്ന് വരുന്നു. പിന്നെ നമ്മൾ ഫസ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സിറ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവുന്നല്ല. അപ്പോൾ എക്സിറ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് ഗുഡ് ബൈ എന്ന് റിപ്ലൈ വരുന്നു. അപ്പോൾ നമ്മൾ ആ ലൂപ്പിൽ നിന്ന് നമ്മൾ വെളി വരുന്നു, ചാറ്റ് ബോട്ടിൽ നിന്ന് നമ്മൾ വെളി വരുന്നു. ഒരു സിമ്പിൾ പ്രോഗ്രാമാണ് ഇത്. നമുക്ക് ഈ ഒരു ചാറ്റ് ബോട്ട് നമുക്ക് കൂടുതൽ നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹായ് ഹലോയ്ക്കാണെങ്കിൽ ഹലോ റിപ്ലൈ എഴുതണമെന്നുണ്ടെങ്കിൽ ഇതനുസരിച്ച് നമ്മൾ പ്രോഗ്രാം നമ്മൾ മാറ്റണം. അപ്പോൾ നമ്മൾ ഇത്രയും മാത്രം വെച്ചിട്ട് എങ്ങനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുവാണ്. ഇതാണ് ഡിഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അപ്പം ആ ഫംഗ്ഷൻ്റെ പേരാണ് എന്ത്? ചാറ്റ് ബോട്ട് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു അണ്ടർസ്കോർ ഇട്ടെന്ന് വെച്ചാൽ നമുക്ക് ഇതിനിടയ്ക്ക് സ്പേസസ് വരാൻ പാടില്ല. ഫംഗ്ഷൻ്റെ പേരിൻ്റെ ഇടയ്ക്ക് സ്പേസസ് വരാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇനി അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആണ്, ഈ ഒരു ഫംഗ്ഷൻ എന്താണോ റിട്ടേൺ ചെയ്യുന്നത് ആ ഒരു വാല്യൂ ആണ് യൂസർ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഒരു ഫുൾ കോളന്, ദെൻ ഹാഷ് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ കമൻ്റ് ആണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രാമിനകത്തല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ എഴുതാം. ഇപ്പോൾ ദിസ് ഈസ് മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്നോ, അല്ലെങ്കിൽ ദിസ് പ്രോഗ്രാം ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് എ ചാറ്റ് ബോട്ട് എന്നോ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം എന്താണ് എന്നുള്ള ഈ ഒരു സെക്ഷൻ എന്താണെന്നുള്ളതാണ് ഈ കമൻറ്റ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ കമൻറ്റിൽ എഴുതി വെച്ചേക്കുവാണ് ചെക്ക് ദ യൂസർ ഇൻപുട്ട് ആൻഡ് റെസ്പോണ്ട് അക്കോർഡിംഗ്ലി. അപ്പം ഇതാണ് നമ്മുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ അകത്ത് ഈഫ് എൽസീഫ് എൽസ്. അപ്പം ഈഫ് എൽസീഫ് എൽസ്, ഇതാണ് മൂന്ന് ഈഫ് എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് വരുന്നതാണ് ഈഫ് എൽസീഫ് എൽസ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ളത് റൺ ചെയ്യും. ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള എൽസീഫിലേക്ക് പോകും. ഇനി ഇതുപോലെ എൽസീഫ് എത്ര വേണമെങ്കിലും നമുക്ക് എഴുതാം. എൽസീഫ് 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 എത്ര വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഓരോ കണ്ടീഷൻസും കറക്റ്റ് ആണോ നോക്കും. ഈ ഒരു കണ്ടീഷൻ കറക്റ്റ് ആണോ, ഈ ഒരു കണ്ടീഷൻ കറക്റ്റ് ആണോ, അങ്ങനെ ഓരോ കണ്ടീഷൻസ് ആയിട്ട് നോക്കും. ഇതൊന്നും ട്രൂ അല്ലെന്നുണ്ടെങ്കിൽ നേരെ എൽസിലോട്ട് പോകും. എന്നിട്ട് അവിടെ റിട്ടേൺ ചെയ്യാൻ എന്താണോ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതായിരിക്കും റൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഹായ് എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ യൂസർ ഇൻപുട്ട് ചെയ്യുന്നത് ഹായ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് റിപ്ലൈ വരണം? ഹായ് എന്ന് വരണം. ഹൗ ആർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് റിപ്ലൈ വരണം? ഐ ആം ഫൈൻ എന്ന് വരണം. ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ എന്ത് വരണം? സോറി ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ചാറ്റ് ബോട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ ഹലോ കൊടുത്തു കഴിഞ്ഞാൽ ഹലോ എന്ന് വരണം. പിന്നെ ഹൗ ഓൾഡ് ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം 1 days എന്ന് വരണം. ഇനിയും ഹൗ മെനി ലാംഗ്വേജസ് യു നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്ലൈ 4 എന്ന് വരണം. വിച്ച് ലാംഗ്വേജ് യു നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എന്ന റിപ്ലൈ വരണം. അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം ചാറ്റ് ബോട്ടിൻ്റെ അകത്ത്. ഇപ്പം ചില വെബ്സൈറ്റ്സിൻ്റെയൊക്കെ സൈഡിൽ ചില ചാറ്റ് ബോട്ട് പ്രോഗ്രാംസ് അവർ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കടയിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഐറ്റത്തിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസസ് വേണമെന്നുണ്ടെങ്കിൽ അവർ 1 2 3 4 ഇതിലേത് വേണമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ 1 എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. അപ്പം ആ ഒരു പർട്ടിക്കുലർ ഷീറ്റിലേക്ക് പോകും. ഇതെല്ലാം ഈ ഈഫും എൽസീഫും എൽസും യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ചാറ്റ് ബോട്ട് റെസ്പോൺസ് പറഞ്ഞൊരു ഫംഗ്ഷൻ, അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആണ് യൂസർ ഇൻപുട്ട്. അത് ഈഫ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യുന്നത് ഹായ് ആയിരിക്കും. അപ്പോൾ യൂസർ ഇൻപുട്ടിലേക്ക് എന്ത് പോകും? ഹായ് എന്നായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അതായത് യൂസർ ഇൻപുട്ട് എന്ന് പറഞ്ഞ ഒരു വേരിയബിളിൻ്റെ വാല്യൂ എന്തായി മാറും? ഹായ് എന്നാകും. ഇനി ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ ആണെങ്കിൽ എന്ത് വരും? ഐ ആം ഫൈൻ എന്ന് വരും. ഇനി അതല്ല, ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ എന്ത് വരും? സോറി ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എന്ന് വരും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്ന പേരാണ് ഇക്വാലിറ്റി ഓപ്പറേറ്റർ. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ ഈക്വൽ ആണോ? അപ്പോൾ അതാണ് ഇക്വാലിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഡബിൾ കോട്ട്സിൽ കൊടുത്തിരിക്കുന്നതാണ് സ്ട്രിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡബിൾ കോട്ട്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ സ്ട്രിങ് ആയിട്ടായിരിക്കും അതിനെ എടുക്കുന്നത്. ഹായ്, ഹൗ ആർ യു, ഐ ആം ഫൈൻ, ഹായ്, സോറി ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇതെല്ലാം
ആ ഒരു പർട്ടിക്കുലർ സ്ട്രിങ് ആയിരിക്കും അവിടെ പ്രിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ. ആ ഒരു സംഭവം അതുപോലെ തന്നെ എവിടെ വരും, ചാറ്റ് ബോട്ടിൽ പ്രത്യക്ഷപ്പെടും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് കാണാൻ പറ്റും. ഹായ് എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ ഡബിൾ കോട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണോ നമ്മളിവിടെ എഴുതുന്നത്, ഇതിനിടയ്ക്ക് എഴുതുന്നത്, അതെല്ലാം അതുപോലെ തന്നെ പ്രിൻ്റ് ചെയ്ത് വരും. പിന്നെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഈ ചാറ്റ് ബോട്ട് വരുമ്പോൾ എന്താ പറഞ്ഞാൽ ഹായ് എന്ന് വരുമ്പം ചിലപ്പം ചിലർ ക്യാപിറ്റൽ ലെറ്റർ എച്ചും ക്യാപിറ്റൽ ലെറ്റർ ഐയും കൊടുക്കാമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെഷീൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ലോവറിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് മെഷീൻ്റെ സിഗ്നിഫിക്കൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മെഷീൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട്, അത് കേസ് ഇൻസെൻസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അതിനെന്താക്കുന്നു, ലോവറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇതിനെ കമ്പയർ ചെയ്യുന്നു. ഓക്കെ, അതായത് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ എച്ചും ക്യാപിറ്റൽ ലെറ്റർ ഐ കൊടുത്താലും കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, സ്മോൾ ലെറ്റർ എച്ചും സ്മോൾ ലെറ്റർ ഐയും. കാരണം എന്താണ്, അതിൽ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ അപ്പർ എന്ന് കൊടുത്തെന്ന് വിചാരിച്ചോ. അപ്പർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യേണ്ട എന്തുമായിട്ടായിരിക്കും, ക്യാപിറ്റൽ ലെറ്റർ എച്ചും ക്യാപിറ്റൽ ലെറ്റർ ഐയും ആയിട്ടായിരിക്കും. അതായത് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എച്ചും സ്മോൾ ലെറ്റർ ഐ ആണെങ്കിലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യും, അതിനെ ക്യാപിറ്റൽ ലെറ്റർ എച്ചും ക്യാപിറ്റൽ ലെറ്റർ ഐയും ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് കമ്പയർ ചെയ്യുന്നത് എന്തുമായിട്ടാണ്, ക്യാപിറ്റൽ ലെറ്റർ എച്ചും ക്യാപിറ്റൽ ലെറ്റർ ഐയും ആയിട്ടായിരിക്കും കമ്പയർ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഒന്നുകൂടെ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഇതൊരു എന്ത് ചെയ്യുന്നു, ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഫംഗ്ഷൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്, ഈഫ്, എൽസ്, ഈഫ്, എൽസ്. അപ്പം നമ്മുടെ ചാറ്റ് ബോട്ടിൻ്റെ അകത്ത് റെസ്പോൺസസ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ എൽസ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇങ്ങനെ കൂടി വരും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഓർക്കേണ്ടത്, ഈ ഡബിൾ കോട്ട്സ് കൊടുത്തിരിക്കുന്നത് സ്ട്രിങ്സ് ആണെന്ന് ഓർക്കുക. ഈഫ് എന്നൊക്കെ പറഞ്ഞ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നതാണ്, ഇത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇനി നമ്മുടെ മെയിൻ ഫംഗ്ഷനിലോട്ട് നമ്മൾ പോവാം. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ ആദ്യം നമ്മൾ എഴുതി വരുന്നത് എന്താണ്, പ്രിൻറ്റ്. അതായത് നമ്മൾ എന്തൊക്കെ പ്രിൻറ്റ് എഴുതി വരണോ അതെല്ലാം നമ്മൾ പ്രിൻറ്റിൻ്റെ അകത്ത് കൊടുക്കണം. അത് അതുപോലെ തന്നെ എഴുതി വരണം എന്നുണ്ടെങ്കിൽ ഡബിൾ കോട്ട്സ് കൊടുക്കണം. ഓക്കെ, അപ്പം ചാറ്റ് ബോട്ട് എന്ത് എഴുതി വരണം, ഹലോ ഐ ആം എ സിമ്പിൾ ചാറ്റ് ബോട്ട്, ടൈപ്പ് എക്സിറ്റ് ടു സ്റ്റോപ്പ്. ഇനി എക്സിറ്റ് അല്ലാതെ വേറെ എന്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും വൈൽ ട്രൂ, അതായത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈൽ ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും, യൂസർ ഇൻപുട്ട്. അതായത് ഈ ഒരു ഇൻഫിനിറ്റ് ലൂപ്പ് എന്നുള്ളതാണ് മീനിങ്. ഈ ലൂപ്പിന് വെളിയിൽ പോകുന്ന എപ്പം മാത്രമാണ്, ഈ ബ്രേക്ക് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ആകുമ്പോൾ മാത്രമാണ് ഈ ലൂപ്പിന് വെളിയിൽ പോകുന്നത്. ഓക്കെ, അപ്പോൾ യൂസർ ഇൻപുട്ട് യു എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എന്ന് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് കർസർ വെയിറ്റ് ചെയ്യുന്നു. കർസർ എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്, നമ്മൾ എന്താണോ ഇൻപുട്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഹായ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസർ ഇൻപുട്ടിൻ്റെ വാല്യൂ എന്തായി മാറി, ഹായ് എന്നായി മാറി. നമ്മൾ ഹലോ എന്നാണ് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസർ ഇൻപുട്ടിൻ്റെ വാല്യൂ ഹലോ എന്നായി മാറി. നിങ്ങൾ ഹൗ ആർ യു എന്നാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ യൂസർ ഇൻപുട്ടിൻ്റെ വാല്യൂ ഹൗ ആർ യു എന്നായി മാറി. എന്നിട്ട് അത് ഇങ്ങോട്ട് പോകും, നമ്മൾ മുമ്പേ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനിലേക്ക് പോകുന്നു. അതായത് ചാറ്റ് ബോട്ട് റെസ്പോൺസ്. ഇപ്പോൾ ഈ യൂസർ ഇൻപുട്ടാണ് നമ്മളിപ്പോൾ പറയുന്ന എന്താ, ഈ ഇൻപുട്ട് എന്ന് വെച്ചാൽ മീനിങ് ഇതൊരു പ്രോഗ്രാമിൻ്റെ അകത്ത് ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. അതിൻ്റെ പ്രത്യേകം ഇത്രേ ഉള്ളൂ, എന്ത് ചെയ്യുന്നു, കർസർ വെയിറ്റ് ചെയ്യുന്നു, അത്രയും നേരം ഒന്ന് വെയിറ്റ് ചെയ്യുന്നു. യു എന്ന് ടൈപ്പ് ചെയ്തതിന് യു എന്ന് അതുപോലെ തന്നെ പ്രിന്റ് ചെയ്ത് വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, കർസർ അവിടെ വെയിറ്റ് ചെയ്യുന്നു, നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഈഫ് യൂസർ ഇൻപുട്ട് ഈക്വൽ ടു എക്സിറ്റ് ആണെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോട്ട് എന്ത് പറയുന്നു, ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് ചെയ്ത് വെളി വരുന്നു. അതായത് ഈ ഒരു ചാറ്റ് ബോട്ടിൽ നിന്ന് വെളി വരുന്നു. ഇനി അല്ല എങ്കിൽ എന്ത് ചെയ്യുന്നു, റെസ്പോൺസ് ഇസ് ഈക്വൽ ടു ചാറ്റ് ബോട്ട് റെസ്പോൺസ്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, ചാറ്റ് ബോട്ട് റെസ്പോൺസ് എന്ന് കണ്ടായിരുന്നോ? എവിടെയാണ്, നമ്മൾ ഫംഗ്ഷൻ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ചാറ്റ് ബോട്ട് റെസ്പോൺസ് എന്ന്. അപ്പോൾ അങ്ങോട്ടായിരിക്കും അത് പോകുന്നത്. അപ്പോൾ റെസ്പോൺസ് ഇസ് ഈക്വൽ ടു, അപ്പോൾ റെസ്പോൺസിലോട്ടാണ് ഈ പറയുന്ന ഈ ചാറ്റ് ബോട്ട് റെസ്പോൺസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഈ ഒരു റിട്ടേൺ വാല്യൂ ചെന്ന് വീഴാൻ പോകുന്നത്. ഓക്കെ, അപ്പം എങ്ങോട്ട് പോകുന്നു, യൂസർ ഇൻപുട്ട് എന്നുള്ള പാരാമീറ്റർ നമ്മൾ ഇവിടുന്ന് നമ്മൾ കളക്ട് ചെയ്തു. ആ കളക്ട് ചെയ്ത സംഭവമായിട്ട് ഈ ഒരു ഫംഗ്ഷനിലേക്ക് തിരികെ പോകുന്നു. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഇൻപുട്ട് കഴ്സർ വെയിറ്റ് ചെയ്യുന്നു. എന്ത് പ്രിന്റ് ചെയ്തതിന് ശേഷമാണ്, യു എന്ന് പ്രിന്റ് ചെയ്തതിന് ശേഷം ഹായ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഹായ് എന്ന് ടൈപ്പ് ചെയ്തെങ്കിൽ ആ യൂസർ ഇൻപുട്ടിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എന്താണ്, ഹായ്. അപ്പോൾ ഹായ് എന്ന ഫംഗ്ഷനുമായിട്ട്, ഹായ് എന്ന ഒരു പാരാമീറ്ററുമായിട്ട് ഈ ഒരു ഫംഗ്ഷനിലേക്ക് പോകുന്നു. അപ്പം ഇവിടെ നമ്മൾ ഫംഗ്ഷനിലേക്ക് നമുക്ക് പോയി നോക്കാം. അപ്പോൾ എന്ത് വരും, യൂസർ ഇൻപുട്ടിൻ്റെ വാല്യൂ ഇപ്പോൾ ഹായ് ആണ്. അപ്പോൾ എന്താണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ട്രൂ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ട്രൂ ആയതുകൊണ്ട് റിട്ടേൺ എന്താണ്, തിരിച്ചെന്ത് വരും, ഹായ് എന്ന് റിട്ടേൺ ചെയ്യുന്നു. ഹായ് എന്ന് റിട്ടേൺ ചെയ്ത് എങ്ങോട്ടായിരിക്കും പോകുന്നത്, നമ്മുടെ ഈ ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിലേക്ക് ഹായ് എന്ന് ചെന്നു. ഓക്കെ, അതുവരെ ഓക്കെ ആണല്ലോ.
ഇനി നിങ്ങൾ യൂസർ ഇൻപുട്ട് ഇവിടെ കഴ്സർ വെയിറ്റ് ചെയ്തു, ആ സമയത്ത് നിങ്ങൾ ഹൗ ആർ യു എന്നാണ് ടൈപ്പ് ചെയ്തതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, റെസ്പോൺസ് ഇസ് ഈക്വൽ ടു ഹൗ ആർ യു. യൂസർ ഇൻപുട്ടിൻ്റെ അകത്ത് ഈ ഹൗ ആർ യു എന്നുള്ള ഒരു വാല്യൂ ആയിട്ട് അതെങ്ങോട്ട് പോകുന്നു, ഫംഗ്ഷനിലേക്ക് പോകുന്നു. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. അപ്പോൾ എന്താണ് റിട്ടേൺ ചെയ്യുന്നത്, ഐ ആം ഫൈൻ എന്ന് റിട്ടേൺ ചെയ്യുന്നു. ആ ഐ ആം ഫൈൻ എവിടെ വന്ന് കിടക്കും, ഇപ്പം റെസ്പോൺസ് വന്ന് കിടക്കും. ഇനി അത് നമുക്ക് കാണണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിന്റ് എടുത്തു. ഇനി ഈ പ്രിന്റിന്റെ പ്രത്യേകം എന്താണ്, അതിൻ്റെ അകത്ത് ഡബിൾ സ്ട്രിങ്ങിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തു, പക്ഷേ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ബ്രേസസിൻ്റെ ഉള്ളിൽ ഒരു വാല്യൂ കൊടുത്തിരിക്കുന്നുണ്ട്. അതായത് അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസ്പോൺസ് എന്ന് പറഞ്ഞൊരു വേരിയബിളിൻ്റെ വാല്യൂ ആയിരിക്കും അവിടെ എഴുതി വരുന്നത്. അതായത് ചാറ്റ് ബോട്ട് ഫുൾ കോളൻ ഈ ബ്രേസസ് ഇല്ലാതെ റെസ്പോൺസ് നിങ്ങൾ കൊടുത്തിരുന്നുണ്ടെങ്കിൽ ചാറ്റ് ബോട്ട് ഫുൾ കോളൻ റെസ്പോൺസ് എന്ന് അതുപോലെ എഴുതി വരും. എന്നാൽ ബ്രേസസിൻ്റെ ഉള്ളിൽ നമ്മൾ റെസ്പോൺസ് കൊടുത്തു കഴിഞ്ഞാൽ റെസ്പോൺസ് എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ ആയിരിക്കും വരുന്നത്. റെസ്പോൺസ് എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ എന്താണ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ യൂസർ ഇൻപുട്ട്. ആ ഫംഗ്ഷനിലേക്ക് പോയിട്ട് വരും. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഹായ് ആണ് കൊടുത്തതെങ്കിൽ എന്ത് വരും, ഹായ് എന്ന റെസ്പോൺസ് ആയിരിക്കും നമ്മുടെ ഫംഗ്ഷനിൽ വരുന്നത്. ഹൗ ആർ യു എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തിരുന്നെങ്കിൽ ഐ ആം ഫൈൻ എന്നുള്ള റെസ്പോൺസ് ആണ് വരുന്നത്. അപ്പോൾ ഈ എന്താണോ ഈ വേരിയബിളിൻ്റെ വാല്യൂ, ആ വാല്യൂ ആയിരിക്കും ഇവിടെ വരുന്നത്. അതായത് റെസ്പോൺസ് എന്ന് അതുപോലെ എഴുതി വരില്ല, മറിച്ച് എന്താണ് വരുന്നത്, റെസ്പോൺസിൻ്റെ അകത്തെ വാല്യൂ ആയിരിക്കും അവിടെ എഴുതി വരുന്നത്. ക്ലിയർ ആയോ? ഇത്രേ ഉള്ളൂ ഒരു സിമ്പിൾ ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നുമില്ല, ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു, ഇതാണ് ഫംഗ്ഷൻ്റെ പേരാണിത്, ഇതെന്താണ് ഒരു ആർഗ്യുമെൻറ്റ്. ഓക്കെ, ആ റിട്ടേൺ ചെയ്യേണ്ട വാല്യൂ. അപ്പോൾ റിട്ടേൺ ചെയ്യേണ്ട വാല്യൂ എന്താണെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്, യൂസർ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ. ആ യൂസർ ഇൻപുട്ട് എന്നുള്ള വേരിയബിൾ എവിടെയാണ് വരുന്നത്, നമ്മുടെ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത്. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് യൂസർ ഇൻപുട്ടിൻ്റെ വാല്യൂ നമ്മൾ കിട്ടുന്നത് എങ്ങനെയാണ്, ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. ഇൻപുട്ട് എന്നുള്ള ഇൻസ്ട്രക്ഷൻ്റെ മീനിങ് എന്താണ്, കഴ്സർ വെയിറ്റ് ചെയ്യുന്നു, നമ്മൾ എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ആ റെസ്പോണ്ട് ചെയ്ത് അതുപോലെ തന്നെ യൂസർ ഇൻപുട്ടിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ വാല്യൂവിനെ ലോവറായിട്ട് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഹായ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഹായ് ആണെങ്കിൽ എന്ത് വരുന്നു, റിട്ടേൺ ഹായ് എന്ന് റിട്ടേൺ ചെയ്യുന്നു. അതായത് ഈ യൂസർ ഇൻപുട്ടിൻ്റെ വാല്യൂ എന്തായി മാറുന്നു, ഹായ് എന്നായി മാറുന്നു. ഇനി ഇതാണ് ഹൗ ആർ യു ആണെങ്കിൽ എന്ത്, ഐ ആം ഫൈൻ. അപ്പം യൂസർ ഇൻപുട്ട് എന്നുള്ള ഈ ഒരു പാരാമീറ്ററിൻ്റെ വാല്യൂ എന്തായി മാറുന്നു, ഐ ആം ഫൈൻ എന്ന് മാറുന്നു. ഇതൊന്നും അല്ലെങ്കിൽ സോറി ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്നുള്ളത് യൂസർ ഇൻപുട്ടിൻ്റെ വാല്യൂ ആയി മാറുന്നു. അതെവിടെ ചെല്ലുന്നു, ഈ ഒരു പർട്ടിക്കുലർ ചെല്ലുന്നു. അപ്പോൾ യൂസർ ഇൻപുട്ടിൻ്റെ വാല്യൂ എക്സിറ്റ് ആണെങ്കിൽ എന്ത് വരുന്നു, ഗുഡ് ബൈ എന്ന് വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇൻഫിനിറ്റ് ലൂപ്പിൻ്റെ അകത്തുനിന്ന് ബ്രേക്ക് ചെയ്ത് വെളി വരുന്നു. ഓക്കെ, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് വരുന്നു, റെസ്പോൺസിൻ്റെ വാല്യൂ എന്തായി വരുന്നു, ചാറ്റ് ബോട്ട് റെസ്പോൺസ് ഈ യൂസർ ഇൻപുട്ട് എന്താണ് ഈ ഒരു ഫംഗ്ഷനിലേക്ക് ചെല്ലുന്നു. ഫംഗ്ഷനിലേക്ക് ചെന്നിട്ട് ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്ന എന്താണോ അതെങ്ങോട്ട് ചെല്ലുന്നു, ഈ റെസ്പോൺസ് എന്നുള്ള ഇതിലേക്ക് ചെല്ലുന്നു. അപ്പോൾ റെസ്പോൺസ് എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ എന്താണ്, ഇപ്പം ഹായ് അല്ലെങ്കിൽ ഐ ആം ഫൈന് അല്ലെങ്കിൽ സോറി ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ ആവുന്നു. അത് റെസ്പോൺസ് എന്ന് അതുപോലെ പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് വരണം, ഫുൾ കോളൻ ഈ ബ്രേസസ് അങ്ങ് മാറ്റിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, അതുപോലെ തന്നെ പ്രിന്റ് ചെയ്ത് വരും. ഇനി അതല്ല, അതിൻ്റെ അകത്തെ വാല്യൂ ആണ് എനിക്ക് വരണം എന്നുണ്ടെങ്കിൽ ബ്രേസസിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു സംഭവം കൊടുക്കുന്നു. അപ്പം ആ ഒരു വാല്യൂ വരുന്നു. അപ്പം നമ്മൾ പ്രിന്റ് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു എഫും കൂടെ ഉണ്ട്. അതുപോലെ പ്രിന്റ് കഴിഞ്ഞിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ഫുൾ കോളനോ ഡബിൾ കോള ഒരു സെമി കോളനോ ഒന്നും നമ്മൾ കൊടുക്കണ്ട. ഓക്കെ, പക്ഷേ നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിനൊക്കെ അവസാനം എന്തോ കൊടുക്കുന്നുണ്ട്, ഒരു ഫുൾ കോളൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ്. പിന്നെ കമൻസ് ആണ്, ഇതെല്ലാം കമൻസ്. ഇതൊന്നും പ്രോഗ്രാമിൻ്റെ ഭാഗമല്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇതൊന്നും നമ്മൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഹാഷ് ഇട്ടിട്ടുള്ള സംഭവങ്ങളൊന്നും നിങ്ങൾ നോക്കേ വേണ്ട. എന്തുകൊണ്ടാണ്, അതൊക്കെ കമൻസ് ആണ്. ഓക്കെ, ഇതൊരു സിമ്പിൾ പ്രോഗ്രാമാണ്. അപ്പം ഇത് മനസ്സിലാക്കിയെടുക്കുക. ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി, ഈഫ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി, ബ്രേക്ക് എന്ന് പറയുന്നതും വൈൽ എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കി. ദെൻ റെസ്പോൺസ് എന്നുള്ളത് ഉള്ള വേരിയബിളിൻ്റെ വാല്യൂ പ്രിൻ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഓക്കെ, ഇപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പോൾ താങ്ക് യു.